welcome back to our channel Stream the Vlog with me, Adi. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ ക്രാഫ്റ്റ് വീഡിയോ വന്നിട്ട് ഒരു ഇൻസ്പയർഡ് ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതുപോലൊരു ഇൻസ്പയർഡ് ക്രാഫ്റ്റ് വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ അടുത്തിടെ ഒരു യൂട്യൂബർ ഒരു ചേച്ചി മുട്ടത്തോട് വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പം അത് കണ്ടപ്പോൾ എനിക്കത് ചെയ്യണം തോന്നി, വീട്ടിൽ ചെയ്യാമെന്ന് കരുതി. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും ചെയ്യല്ല, എന്നാൽ പിന്നെ ഒരു വീഡിയോ ആക്കിയേക്കാമെന്ന് കരുതി. അപ്പോൾ ആ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ട കുറച്ച് മുട്ട എടുക്കാം. അപ്പോൾ മുട്ട പൊട്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കണില്ലേ അതേപോലെ പൊട്ടിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മേള് മാത്രമായിട്ട് കുഞ്ഞ് റൗണ്ട്. എൻ്റെ കയ്യിൽ ബാക്കിയുള്ള മുട്ടകളൊക്കെ ഇതേ കണ്ടോ ഷേപ്പ്ലെസ് ആയിട്ട് പൊട്ടിയിരിക്കുന്നതാണ്. എന്താണെന്ന് വെച്ചിട്ട് ഞാൻ വേറെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് വെച്ചിരുന്ന കുറച്ച് മുട്ടകളാണത്. അപ്പോൾ ഇത് പെട്ടെന്ന് എൻ്റെ കൺമുമ്പിൽ പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു ധൃതിയിൽ ഞാൻ പുതിയ മുട്ടയൊന്നും പൊട്ടിച്ചെടുത്തില്ല, കയ്യിലുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ഷേപ്പ്ലെസ് ആയിട്ടുള്ള മുട്ടകളാണ് എൻ്റെ കയ്യിൽ ഇരിക്കണേ. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് മുട്ട പൊട്ടിക്കുമ്പോൾ ആ ഷേപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിലേ ലാസ്റ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ, എല്ലാം ഒരേ ഷേപ്പിലിരിക്കുമ്പോൾ. ഇനി നമുക്ക് ഈ മുട്ടയെല്ലാം പെയിൻറ്റ് ചെയ്യണം. ഞാനിവിടെ റെഡ് കളർ വെച്ചിട്ടാണ് മുട്ടകൾ പെയിൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാം കേട്ടോ. ഗ്രേഡിയൻ്റ് ആയിട്ടൊക്കെ കൊടുക്കാം, വേരിയേഷൻസ് കളർ വെച്ചിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റെഡ് കളറാണ് മുട്ടയ്ക്ക് കൊടുക്കുന്നത്. ഇത് ഞാനെടുത്തത് ഇച്ചിരി കളറ് കുറഞ്ഞും വെള്ളം കൂടിയും പോയി. ഇപ്പം കളർ തന്നെ എടുക്കണത് നല്ല ഭംഗിയായിരിക്കും. ഫസ്റ്റ് നമ്മൾ വരച്ച് വരുമ്പോൾ തന്നെ നല്ല ലൈൻ ബൈ ലൈനായിട്ട് നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ. അപ്പോൾ ഏകദേശം ഇങ്ങനെ ലൈൻ കാണത്തക്ക രീതിയിൽ ഒന്ന് ഭംഗിയായിട്ടൊന്ന് അടിച്ചു വെക്കുക. അപ്പോൾ ഇതാ മുട്ടകളൊക്കെ കളറടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കളറൊക്കെ കുറച്ചുകൂടെ കൂട്ടി എൻ്റെ ബ്രഷൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് അത്യാവശ്യം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് പൂവിൻ്റെ തണ്ട് റെഡിയാക്കണം. തണ്ട് റെഡിയാക്കാനായിട്ട് നമ്മൾ പേപ്പർ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പേപ്പർ സ്റ്റിക്ക് ഉണ്ടാകാൻ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഒരു A4 സൈസ് പേപ്പറോ അല്ലെങ്കിൽ A4 സൈസിന് തന്നെ കളർ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. എടുത്തിട്ട് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇർക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചൊന്ന് ചുരുട്ടിയെടുക്കാം. എൻ്റെ ഉള്ള A4 സൈസിൻ്റെ കളർ പേപ്പർ ഒരു വല്ലാത്ത ഗ്രീൻ, ഒരു ഭംഗിയില്ല. ഞാൻ കാണിക്കാം കേട്ടോ, ഒരു ഭംഗിയില്ലാത്ത ഗ്രീൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ A4 സൈസ് പേപ്പറും എടുത്തില്ല. ഇതിവിടെ കുറേ ഇരിപ്പുണ്ട് ഇങ്ങനത്തെ. ഇതെന്ത് പേപ്പറാണെന്ന് എനിക്കറിയില്ല, അച്ഛൻ കൊണ്ടുവരുന്ന കേട്ടോ. ഇത്തിരി പേപ്പറുണ്ട്, അപ്പോൾ അത് ഞാൻ എടുത്തിരിക്കുന്നത് A4 സൈസ് പേപ്പർ മതി. അതാകുമ്പോൾ നല്ല കട്ടി ഉണ്ടാവും, അതാ കുറച്ചുകൂടെ നല്ലത്. അത് എനിക്കിത് ഉണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോഴാണ് മനസ്സിലായത് A4 തന്നെ മതിയായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ പേപ്പർ സ്റ്റിക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്രീൻ കളറ്, അത് ഈ കളർ. അപ്പോൾ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല, അങ്ങനെ എന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല. അപ്പം ഞാനത് മാറ്റി. ഞാൻ ഓർത്തു നമുക്ക് വൈറ്റ് പേപ്പറിൽ കളർ ചെയ്യാം, അതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ കളർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്രീൻ കളറാണ് എടുക്കണേ. ഞാൻ എടുക്കുന്ന കളേഴ്സ് എല്ലാം ഫാബ്രിക് പെയിൻ്റ് ആട്ടോ, അക്രിലിക്കോ എന്ത് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള എന്താ വെച്ചാൽ അത് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇലകൾ ഉണ്ടാക്കണം. അപ്പോൾ ഇലകൾക്ക് വേണ്ടിയിട്ട് സെയിം നമ്മൾ ഒരു A4 സൈസ് പേപ്പർ എടുക്കുക, അതിൽ വരച്ചിട്ട് കട്ട് ചെയ്യുക. ഒരു കാര്യം പറയാൻ നേരത്തെ വിട്ടുപോയി, നമുക്കിപ്പോൾ A4 സൈസ് പേപ്പർ തന്നെ വേണമെന്നില്ല, ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പേപ്പർ സ്റ്റിക്സും ഇലയൊക്കെ കട്ട് ചെയ്യാം. പക്ഷേ അപ്പോൾ കളർ കുറച്ച് കൂടുതൽ വേണം, നമുക്ക് ആൽഫബറ്റ്സ് ഒക്കെ ഒന്ന് മാഞ്ഞു പോകണ്ടേ. അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ 2-3 പേപ്പറുകൾ പുറകിൽ മടക്കി വെക്കുക. നമുക്ക് ഒറ്റയടിക്കുക, അപ്പോൾ ഒത്തിരി ഇലകൾ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ ഇലകളൊക്കെ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ഇലയ്ക്ക് വേണ്ടിയിട്ട് തന്നെ 2 പേപ്പറുകൾ വേണം. അപ്പോൾ നമ്മൾ 6 പൂവാണ് ഉണ്ടാക്കണതെങ്കിൽ 12 പേപ്പർ ടോട്ടൽ വേണം. 6 എണ്ണത്തിൽ ഓരോ ഇല വീതം 12 പേപ്പർ നമുക്ക് വേണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഇലകളൊക്കെ കളർ അടിക്കണം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഇലകളെ പെയറാക്കി വെച്ചിട്ടുണ്ട്. 2 പേപ്പർ വീതം ഒരു ഇലയ്ക്കായിട്ട് പെയർ ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡ് മാറിപ്പോകരുത്. കളർ ചെയ്യേണ്ട 2 സൈഡും ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ഒട്ടിക്കുമ്പോൾ സൈഡ് മാറിപ്പോവും. അപ്പോൾ ഇതും ഗ്രീൻ കളർ വെച്ച് കളർ ചെയ്തു. നമ്മുടെ ഇലയും സ്റ്റിക്സും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആ കളർ അതേപോലെ എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് വെള്ളമായിട്ട് മിക്സ് ചെയ്തൊന്ന് ലൈറ്റ് ആക്കിയിട്ടാണ് ഇലയ്ക്കും തണ്ടിനൊക്കെ അടിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഇല സെറ്റ് ചെയ്യണം. ഇല സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നൂൽക്കമ്പിയാണ് എടുക്കുന്നത്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്കിലും നമുക്ക് ഇല നമ്മുടെ ഷേപ്പിന്, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനനുസരിച്ച് വളച്ചൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പേപ്പറല്ലേ വെറുതെ ഇങ്ങനെ കിടക്കും. ഇനിയിപ്പോൾ നൂൽക്കമ്പി ഇല്ലെങ്കിൽ ഈർക്കിലി ആണെങ്കിലും മതി. പക്ഷേ ഈർക്കിലി ആകുമ്പോൾ നമുക്ക് വളയ്ക്കാനൊന്നും പറ്റില്ല, നല്ല സ്റ്റഡി ആയിട്ട് നേരെ നിൽക്കും, അത്രയേ ഉള്ളൂ. നൂൽക്കമ്പി ഇല്ലാത്തവർ ഈർക്കിലി വെച്ചാൽ മതി, നൂൽക്കമ്പി ഉള്ളവർ നൂൽക്കമ്പി തന്നെ വെക്കുക, എങ്കിലേ നമുക്ക് ഷേപ്പിൽ വളയ്ക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ കമ്പി ലീഫിലേക്ക് ഒട്ടിക്കണം. ഇപ്പോൾ ഗ്ലൂഗൺ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഗ്ലൂഗൺ ഡയറക്റ്റ് അപ്ലൈ ചെയ്തത് ഒട്ടിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ എല്ലാവരുടെയിലൊന്നും ഗ്ലൂഗൺ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ ഞാൻ ഈ ചെയ്യണ പോലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചാൽ മതി. ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് അത് ഒട്ടിക്കുന്നത്. അപ്പോൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചാൽ മതി. ഇത് ഇത്രയും നീളത്തിൽ കുഞ്ഞൊരു പീസ് എടുത്തിട്ട് നടുവിലും താഴെയും മേളിലും ഒട്ടിക്കുക. കണ്ടോ, ഇതുപോലെ മേളിലും നടുക്കും താഴെയും 3 ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ പാർട്ട് കൂടെ ഇതിന് മേളിലേക്ക് ഒട്ടിക്കണം. അതിന് ഞാൻ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. ഫെവിക്കോൾ വെച്ചിട്ട് പേപ്പറിൽ നല്ലോണം ഒട്ടിക്കോളും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഏകദേശം സെറ്റായി, നല്ലോണം ഒട്ടിച്ചു. ഇനിയിപ്പോൾ ആ സൈഡിലൊക്കെ എക്സ്ട്രാ നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ കുറച്ച് എക്സ്ട്രാ വെള്ള ഭാഗങ്ങളൊക്കെ കാണില്ലേ, ഇതിലിപ്പോൾ ഒത്തിരി ഇല്ല, ഇത്തിരിയേ ഉള്ളൂ. പക്ഷേ ചിലപ്പോൾ നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും സൈഡിലൊക്കെ ഒത്തിരി വെള്ള ഭാഗങ്ങൾ കാണും. അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തിടുക. അങ്ങനെ നമ്മുടെ ലീഫും സ്റ്റിക്സും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റിക്ക് നമുക്ക് മുട്ടയിലേക്ക് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിക്കിൻ്റെ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്യുക, ഏതെങ്കിലും ഒരു സൈഡ്, എന്നിട്ട് അതൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. മുട്ടയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി കൊടുക്കുക. ഇനി ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് എടുക്കുന്നത്. ശരിക്കും ഗ്ലൂഗൺ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. അത് ഒട്ടിക്കുമ്പോൾ നമുക്ക് വലിയ എഫേർട്ടില്ല, പെട്ടെന്ന് ഒട്ടിക്കാൻ പറ്റും, ഉറപ്പും ഉണ്ടാവും. എന്നിട്ടൊരു സപ്പോർട്ടിന് വേണ്ടി ഞാൻ സെല്ലോ ടേപ്പ് കൂടി ഒട്ടിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ലീഫ് നമ്മുടെ സ്റ്റിക്കിലേക്ക് ഒട്ടിക്കണം. അതിന് ഞാൻ സെയിം ഫെവിക്കോളാണ് എടുക്കുന്നത്. ഒപ്പം ഫെവിക്കോൾ തേച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സെല്ലോ ടേപ്പും കൂടെ വെച്ചൊന്ന് റൗണ്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഒന്ന് ബലത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഗ്ലൂഗൺ അല്ലെങ്കിൽ ഫെവി ബോണ്ടൊക്കെ ഉള്ളവർ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. നോക്കി, ആ ഷേപ്പിലുള്ള മുട്ടയുടെ ഫ്ലവറാണ് നല്ല ഭംഗിയിൽ. അപ്പോൾ അതുപോലെ എല്ലാ മുട്ടത്തോടുകളും ഒന്ന് പൊട്ടിക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ റെഡിയായി. ഇപ്പോൾ ലാസ്റ്റ് ഒരു ചെറിയ മിനുക്ക് പണി ചെയ്യാം. ഞാൻ ആ സെല്ലോ ടേപ്പ് ഒട്ടിച്ചെടുത്തൊക്കെ റെഡ് പെയിൻറ്റ് കൊണ്ട് ഒന്ന് ഗ്ലേസിങ് ഒന്ന് കുറയാൻ വേണ്ടിയിട്ടൊന്ന് ടച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഒപ്പം നമ്മുടെ ആ പേപ്പർ ഒട്ടിച്ചിരുന്ന ഭാഗങ്ങളിലെ ഓപ്പൺ ചെയ്ത് ഒട്ടിച്ചിരുന്ന ഭാഗങ്ങളിലൊക്കെ ഈ പൂവിൻ്റെ അടിയിലൊക്കെ കാണുന്ന പോലെ ഇലയുടെ ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വരച്ചൊക്കെ തീർത്തു. ആ ഒപ്പം തന്നെ നമ്മൾ താഴെ കൂടി നമ്മൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിരുന്നില്ലേ, അവിടെയും കൂടെ പച്ച പെയിൻറ്റ് വെച്ച് ഒന്ന് ടച്ച് ചെയ്ത് വിടുക. അപ്പോൾ നമ്മുടെ മുട്ടത്തോട് ഫ്ലവേഴ്സൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ഫുൾ സെറ്റ് ചെയ്തു. ഇനി ഇതൊക്കെ നമുക്കൊരു ഫ്ലവർ വൈസിലേക്ക് മാറ്റണം. ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസ് അല്ല, മെറ്റീരിയൽ ഫൈബറാണ്, ഗ്ലാസ് പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്, എന്താണെന്ന് എനിക്കറിയില്ല. അതിലാണ് ഞാനിത് വെക്കുന്നത്. അതിൽ ഞാൻ കുറച്ച് വൂളൻ ഡാർക്ക് ഗ്രീൻ കളറുള്ള വൂളൻ ത്രെഡ്സൊക്കെ ചുറ്റിയിട്ടുണ്ട്. പിന്നെ മേളിലും താഴെയും കുറച്ച് ഭംഗിക്ക് സാറ്റിൻ റിബൺ ചുറ്റിയിട്ടുണ്ട്. പിന്നെ സീക്വൻസ് വെച്ചാണ് ഞാൻ ആ ഫ്ലവേഴ്സ് ഒട്ടിച്ചിരിക്കുന്നത്. ബോട്ടിലായിട്ടൊക്കെ ചെയ്ത് ബോട്ടിലാണെങ്കിലും വെക്കാം, പക്ഷെ നമ്മുടെ തണ്ടിന് അത്ര നീളമില്ലല്ലോ. ബോട്ടിൽ ഇറക്കി വെച്ചാൽ നമ്മുടെ തണ്ട് കാണില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഗ്ലാസ് പോലെ ഇതെടുത്തത്. അപ്പോൾ നമ്മുടെ മുട്ടത്തോട് ഫ്ലവർ ഫുൾ സെറ്റായി കഴിഞ്ഞു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം കൂട്ടുകാർക്കും ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ, എളുപ്പമല്ലേ. ഉണ്ടാക്കിയ ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തരണം. എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അതുപോലെ ഞാൻ ടിക്ടോക്കിലുണ്ട്, ടിക്ടോക്കിലും പറ്റുവെച്ചാൽ ഒന്ന് ഫോളോ ചെയ്യുക. കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റയിലും ടിക്ടോക്കിലും ഒക്കെ ഇനി ഷെയർ ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.